എല്ലാവർക്കും നമസ്കാരം. ഗുരുവായൂർ വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. ഗുരുവായൂർ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ 10 വർഷത്തിലധികമായി അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവകാരുണ്യ പദ്ധതികളിലൊന്നായ വിശക്കുന്ന വരുന്നൊരു പൊതിച്ചോറ് എന്ന അന്നദാന പദ്ധതി ഇവിടെ തുടങ്ങിയിട്ട് നമ്മളെല്ലാ വ്യാഴാഴ്ചകളിലും ഉണത് വിഭാവനം ചെയ്തെങ്കിലും ആഴ്ചയിൽ മറ്റു ദിവസങ്ങളിലും സ്പോൺസർമാരുടെയൊക്കെ സൗകര്യാർത്ഥം നമ്മൾ ഈ അന്നദാനം ഇവിടെ നടത്തുന്നുണ്ട്. മിക്കവാറും ദിവസങ്ങളിൽ പായസത്തോടു കൂടി തന്നെയാണ് ഈ അന്നദാനം ഇവിടെ നടത്തുന്നത്. എന്തായാലും നമ്മളോട് സഹകരിക്കുന്ന എല്ലാവരോടുള്ള നന്ദിയും കടപ്പാടും ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. ഇന്ന് നമുക്ക് ഈ പരിപാടി സ്പോൺസർ ചെയ്തിട്ടുള്ളത് ടി ദേവസ്വം ജ്വല്ലറിയുടെ ഉടമ അനിലാണ്. അദ്ദേഹം എല്ലാ മാസവും അവസാനത്തെ വ്യാഴാഴ്ചകളിൽ അദ്ദേഹത്തിൻ്റെ വകയാണ് ഈ പൊതിച്ചോറ്. അതും എല്ലാ ദിവസവും പായസത്തോടുകൂടി തന്നെയാണ് ഈ പൊതിച്ചോറോട് നടക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിനും കുടുംബങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഗുരുവായൂരപ്പൻ പ്രദാനം ചെയ്യട്ടെന്ന് ആശംസിക്കാനും ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ്. എൻ്റെ കർത്തവ്യം നിങ്ങളെ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്. ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. നാളെയും ഞായറാഴ്ചയും 26-ാം തീയതി 28-ാം തീയതി ഇവിടെ പൊതിച്ചോറ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വന്ന് പൊതിച്ചോറ് മേടിക്കാവുന്നതാണ്. എൻ്റെ കർത്തവ്യം നിങ്ങളെ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്. ഇന്നിപ്പോൾ നമ്മൾ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന ശ്രീ രാജൻപിള്ള അവർകളാണ്. പൈതൃകത്തിൻ്റെ സജീവ പ്രവർത്തകൻ. അതിലുപരി നമ്മളോടൊക്കെ സജീവമായി പ്രവർത്തിച്ചു വരുന്ന വ്യക്തിത്വത്തിനുടമയാണ്. കൂടാതെ പ്രേംജി ഗുരുവായൂർ നമ്മളുടെ യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒക്കെ വാട്സാപ്പിലൂടെയൊക്കെ നമ്മളെ അറിയിക്കാൻ സഹായിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. മാമനുണ്ട്, പേര് മുരളി. നമ്മളെ ഓട്ടോറിക്ഷ യാത്രയിൽ നമ്മളോടൊപ്പം ഉണ്ട്. കൂടാതെ നിങ്ങൾ ഓരോരുത്തരെയും ഈ അന്നദാനം സ്വീകരിക്കാനായിട്ട് നിങ്ങൾ ഓരോരുത്തരെയും പ്രത്യേകം സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ ഉദ്ഘാടനാർമ്മം നിർവഹിക്കാനായിട്ട് ശ്രീ രാജൻപിള്ള അവരുടെ ക്ഷണിച്ചുള്ളൂ. നിങ്ങൾ പറയുകയാണെങ്കിൽ പറഞ്ഞു. എൻ്റെ സ്ത്രീകൾക്ക് കൊടുത്തു. ഒരെണ്ണം തരില്ല ചേട്ടന്ന്. അത് ഒരെണ്ണം കൊടുത്തിട്ട് വിടുവിട്ട് കഴിഞ്ഞാൽ അതിന് ഒച്ചയും ബഹളം കൊടുത്തിട്ട് ഒരെണ്ണം ക്യൂ കഴിഞ്ഞിട്ട് തരുള്ളൂ. ക്യൂ കഴിഞ്ഞിട്ട് തരുള്ളൂ. നിൽക്കണവർക്ക് ആദ്യം കൊടുക്കട്ടെ, ബാക്കിയാണെങ്കിൽ തരും. അതെ, തരില്ല എന്ന് ഞാൻ പറയണില്ല. നോക്കട്ടെ 4 ഉത്തര പേരുത്ത് കൊടുത്തോളൂ, എടുത്തോളൂ. ക്യൂ കഴിഞ്ഞിട്ട് ബാക്കി ഉണ്ടെങ്കിലേ തരുള്ളൂ. ഗുരുവായൂരിലെ വാർത്തകളും വിശേഷങ്ങളും അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.